BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ കോർപ്പറേഷൻ മേഖലയിൽ, 2 പഞ്ചായത്ത് ഒഴിഞ്ഞിട്ടുള്ള മേഖലയിൽ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ 1-ാം സ്ഥാനത്തെത്തും എന്ന് ഉറപ്പാണ്. MLA ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രകാരം കഴിഞ്ഞ 15 നിയമസഭകളിൽ നിന്നുണ്ടായ MLA-കൾ എന്ത് ചെയ്തു എന്ന് നോക്കേണ്ടതാണ്. അപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP എന്നൊരു സെക്യുലർ വിഭാഗം അല്ലെങ്കിൽ സെക്യുലർ അല്ല BJP എന്ന ഒരു പറഞ്ഞു പരത്തുന്നതിൽ 2 ഗവൺമെൻറ്റുകളും ശക്തമായി. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലമെന്നും ഇടതേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചരിത്രമാണ് കൂടുതലായി നമുക്ക് നൽകിയിട്ടുള്ളത്. അവിടെ നിന്നും ഒട്ടേറെ കരുത്തരായ ഇടത് മന്ത്രിമാരെയും നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇക്കുറി ഇടതുപക്ഷത്തിന് കടുത്ത വെല്ലുവിളിയാണ് അവിടെ നേരിടുക എന്ന് നിരീക്ഷകർ ഒരേ സ്വരത്തിൽ പറയുകയാണ്. UDF ആണെങ്കിലും BJP ആണെങ്കിലും അവിടെ ശക്തമായ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുകയാണ് പ്രചാരണ രംഗത്ത്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ് കൊല്ലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ പ്രതാപ് കുമാർ. നമസ്കാരം ഡോക്ടർ പ്രതാപ് കുമാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കൊല്ലത്ത് പ്രചാരണ രംഗം വളരെ ശക്തമായി ചൂടുപിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ശക്തമായ പ്രചാരണമാണ് ഇടതുമുന്നണിയാണെങ്കിലും NDA ആണെങ്കിലും അതുപോലെ UDF ആണെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. NDA ക്യാമ്പിൽ എത്രത്തോളം വിജയപ്രതീക്ഷയുണ്ട്? വളരെ കടുത്ത മത്സരമാണല്ലോ അവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാകമാനം BJPക്ക് ഒരു തരംഗമാണുള്ളത്. അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിൽ കൊല്ലത്ത് ഡെഫിനറ്റായിട്ടും വിജയപ്രതീക്ഷയുണ്ട്. പക്ഷെ അത് മാത്രമല്ല, കൊല്ലത്ത് 2 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അശക്തരായതുകൊണ്ടും എനിക്ക് BJP എന്നതിന് ഉപരി ഒരു ഹൃദ്രോഗ വിദഗ്ധൻ എന്നൊരു പേരുള്ളത് കൊണ്ടും എൻ്റെ കണക്കൂട്ടലിൽ BJPക്ക് ഏറ്റവും നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മൊമെൻ്റായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ഇത് എൻ്റെ ഫീഡ്ബാക്ക് അല്ല, നമ്മളുടെ കൂടെ നിൽക്കുന്ന BJPയിലെ നല്ല പ്രവർത്തകരെല്ലാവരും എൻ്റെ അടുത്ത് പറയുന്നത്, സാറേ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗോൾഡൻ ചാൻസ് ആണ്. അപ്പോൾ അവരെല്ലാവരും ത്രില്ലാണ്. അപ്പോൾ ആ ത്രില്ല് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് 100% സാധ്യതയാണ് ഇപ്രാവശ്യം കൊല്ലത്ത് നിന്ന് നിയമസഭയിലേക്ക് ഒരു സാമാജികൻ എത്തുന്നതിൽ. ഡോക്ടർ പ്രതാപ് കുമാർ, BJPയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് നല്ലൊരു ബോധ്യമുണ്ട്. അവരുടെ ആ ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആഴത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ളൊരു കഴിവ് അത് ഏറെ ഗുണം ചെയ്യാറുണ്ട് സ്ഥാനാർത്ഥികൾക്ക്. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? നമ്മൾ പണ്ടൊക്കെ BJP എന്ന് പറയുന്നത് നമ്മൾ 2 UDF LDF മുന്നണികൾ എന്നാണ് പറയുന്നത്. BJP ഒരു നെയിം സേക്ക് ഒരു പാർട്ടി. നമ്മളിപ്പോൾ മറ്റുള്ള കൊച്ചു പാർട്ടികൾ കേരളത്തിൽ ഇപ്പോൾ BSP എന്നൊക്കെ പറയുന്ന പാർട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നോട്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ നമ്മൾ 3 മുന്നണി ഉണ്ടെന്ന് മാധ്യമ പ്രവർത്തകർ പോലും അംഗീകരിക്കുന്ന സ്ഥിതിക്കും ഏകദേശം 100-ന് മുകളിൽ മണ്ഡലങ്ങളിൽ ശക്തമായ പ്രതിനിധാനമുള്ളത് കൊണ്ട് BJPയുടെ ഇത് എന്തുകൊണ്ടുണ്ടായി എന്ന് വെച്ചാൽ BJPയുടെ സംഘടനാ ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ബൂത്താന്തരം ഇവർക്ക് മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതും എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് ശക്തമായ പ്രസൻസ് ഉള്ളതായിട്ടാണ് എനിക്ക് ഈ പ്രചരണ സമയത്ത് കണ്ടു മനസ്സിലായി. ഇത്രയും പേര് BJPയിൽ ഉണ്ടോ എന്ന് പോലും എനിക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലായിരുന്നു. പ്രവർത്തകർ മാത്രമല്ല, ആവേശത്തോടെ പെരുമാറുന്ന BJP അനുഭാവികളെ ഒരുപാട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഡോക്ടർ പ്രതാപ് കുമാർ, അങ്ങയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന മറ്റൊരു കാര്യം ഞാൻ വിശ്വസിക്കുന്നത്, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന 6 സീറ്റുകളാണ് കോർപ്പറേഷനിൽ BJP വിജയിച്ചത്. ഇത് 2-ൽ നിന്നും 6ആയി ഉയർത്തുകയാണ് ചെയ്തത്. BJPയുടെ വളരെ ശക്തമായ വളർച്ചയുടെ ഗ്രാഫാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇത് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട്? എത്രത്തോളം വിജയപ്രതീക്ഷ നൽകുന്നുണ്ട്? ശരിക്കും BJPക്ക് 5 സീറ്റല്ല, ആക്ച്വലി അത് അല്പം തെറ്റാണ്. 6 സീറ്റുകളുണ്ട്. ഈ 6 സീറ്റുകൾ ഉള്ളത് കൊണ്ട് ഒപ്പം തൃക്കരുവ പനയം പഞ്ചായത്തിലും ഒരു നല്ല പ്രസൻസ് BJPക്കുണ്ട്. അതിനകത്ത് പനയത്ത് നല്ലൊരു പ്രസൻസാണുള്ളത്. അപ്പോൾ ഈ 6 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്ത് നിന്നപ്പോൾ ഏകദേശം 2 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്താണ്. അപ്പോൾ ഓൾ ടുഗദർ BJPയുടെ പ്രസൻസ് ഈ 2 മുന്നണികളെയും പോലെ തന്നെ ശക്തമാണ് എന്ന് മാത്രമല്ല, BJP ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ഈ കോർപ്പറേഷൻ മേഖലയിൽ, 2 പഞ്ചായത്ത് ഒഴിഞ്ഞിട്ടുള്ള മേഖലയിൽ എനിക്ക് തോന്നുന്നത് ഇപ്രാവശ്യത്തെ അസംബ്ലി ഇലക്ഷനിൽ നമ്മൾ 1-ാം സ്ഥാനത്തെത്തും എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ പനയം പഞ്ചായത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്തെത്തും. തൃക്കരുവയിൽ ചിലപ്പോൾ ഒരു അല്പ കുറവ് വന്നേക്കും. പക്ഷെ ഓൾ ടുഗദർ കൊല്ലം നിയമസഭ നിയോജക മണ്ഡലം അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളിൽ ഞാൻ കാണുന്ന ഒരു വൈബ്രേഷൻ കാണുമ്പോൾ
യുവജനങ്ങൾക്കെല്ലാം ഒരു മോദി പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ആകമാനമുള്ളതുപോലെ തന്നെ കൊല്ലത്തും ഇപ്രാവശ്യം നിങ്ങൾക്കെല്ലാം പറയേണ്ടി വരും ചരിത്രം തിരുത്തിക്കുറിച്ചത്. ഡോക്ടർ പ്രതാപ് കുമാർ, ഈ കൊല്ലം നിയോജക മണ്ഡലത്തിലെ MLA സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ പ്രമുഖനാണ്. ഒപ്പം തന്നെ കുറേയേറെ വിവാദ വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഒരു MLA വിരുദ്ധ വികാരം കൊല്ലത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? ശരിക്കും കൊല്ലം മണ്ഡലത്തിൽ MLA വിരുദ്ധ വികാരം എന്ന് പറഞ്ഞ് നമ്മൾ UDF-കാർ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഇവർക്കെല്ലാം ഇത്രയും കാലം ഒരു MLA പോലും ഇല്ലായിരുന്നത് ഞാൻ പറയും. ഈ ഒരു MLA എന്ന് പറയുന്നതിന് പകരം കാലങ്ങളായിട്ട് അതില്ല എന്നുള്ളത്. ബിക്കോസ് കഴിഞ്ഞ MLA ഒരു സ്റ്റാർ പേഴ്സൺ ആയതുകൊണ്ട് നമ്മൾ ആ ആബ്സെൻസ് ഫീൽ ചെയ്തതാണ്. ശരിക്കും MLA-യുടെ ജോലി നമ്മൾ വീടാന്തരം കയറി ഇറങ്ങി അവരുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല. ഇവിടെ നമുക്ക് കാണേണ്ടത് MLA എന്ന് പറഞ്ഞാൽ ഈ MLA ഫണ്ട് കൃത്യമായി നമ്മളുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ എത്തിക്കുക, പ്രവർത്തനങ്ങളെ കൃത്യമായി ഏകീകരിച്ച് സാധാരണ ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, ഉണ്ടാകേണ്ട കാര്യങ്ങൾ സെൻട്രലുമായിട്ടും സ്റ്റേറ്റുമായിട്ടും ആലോചിച്ച് കിട്ടാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ സ്വന്തം മണ്ഡലത്തിൽ എത്തിക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്, അതല്ലല്ലോ ഇവിടുത്തെ വേണ്ടത്. ഒരു MLA-ക്ക് വേണ്ടത് നമ്മുടെ സ്വന്തം നിയോജക മണ്ഡലത്തിന് വികസനമുണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് കേന്ദ്ര സംസ്ഥാന വിഭാഗങ്ങളിൽ നിന്നും മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ MLA ഉണ്ടായിരുന്നു എന്നുള്ളതിന് പ്രകാരം കഴിഞ്ഞ 15 നിയമസഭകളിൽ നിന്നുണ്ടായ MLA-കൾ എന്ത് ചെയ്തു എന്ന് നോക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നെയിം സേക്ക് ആയിരുന്നു. ചിലർ കുറച്ചുകൂടെ നിറഞ്ഞു നിന്ന് കാണും, ചിലർ നിറഞ്ഞു നിന്നില്ലായിരിക്കും. ആര് നിന്നിട്ടും ഒന്നും ഉണ്ടായില്ല. ഡോക്ടർ പ്രതാപ് കുമാർ, നമുക്കറിയാം വളരെ പ്രത്യേകതകളുള്ള ഒരു നിയോജക മണ്ഡലമാണ് കൊല്ലം. ഈ കൊല്ലം നിയോജക മണ്ഡലത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ അങ്ങ് ഉയർത്തി കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ജനകീയ വിഷയങ്ങളാണ് അവിടെ പരിഹരിക്കപ്പെടേണ്ടതായി ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മത്സ്യ തൊഴിലാളികളുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവർക്ക് കുടിവെള്ളം, ശുദ്ധജലം കിട്ടുന്നില്ല. 1. 2, ട്രോളിംഗ് സമയത്ത് അവർക്ക് വേണ്ട കെയർ കൊടുക്കുന്നില്ല. ഇത് അവിടുത്തെ മാത്രം പ്രശ്നം. പ്രാക്കുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കൊരു ബ്രിഡ്ജ് കെട്ടാത്തത് കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ യാത്രാ സമയം 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. പിന്നെ നമ്മൾ സാമ്പ്രാണിക്കൊടി അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ഒരു ടൂറിസം വികസിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയപ്പെട്ടു. ഇനി 4-മതെടുത്താൽ ആരോഗ്യ പ്രശ്നങ്ങളിലാണെങ്കിൽ മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയും ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ പൂർണ്ണമായി സജ്ജീകരിച്ച് ഡോക്ടർമാരുടെ അവൈലബിലിറ്റി ഉണ്ടാക്കി അവിടെ സൗകര്യങ്ങൾ എത്തിച്ച് ഉപകരണങ്ങൾ ഉപയോഗപ്രദമായ രീതിയിൽ എത്തിച്ച് ഡോക്ടർമാർ വ്യക്തമായിട്ട് ഇത്ര ഡിപ്പാർട്ട്മെൻറ്റിൽ ഇത്ര ഡോക്ടർമാർ എന്നുള്ള രീതി അവലംബിച്ച് ടെർഷറി സെക്കൻഡറി കെയർ കൃത്യമായി റീഡിഫൈൻ ചെയ്ത് ഉള്ള ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല. അപ്പം എല്ലായിടത്തും നമ്മളിപ്പം ഇത് കൂടാതെയാണ് 4-മത്തെ 5-മത്തെ ഏറ്റവും വലിയ പ്രശ്നമായ കശുവണ്ടി വ്യവസായം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മുതലാളിയെയും തൊഴിലാളിയെയും ഒരുപോലെ തന്നെ അവർ വെള്ളത്തിലാക്കുന്ന അവസ്ഥയാണ് രണ്ട് മുന്നണികളും. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീരദേശ മേഖല പ്രശ്നത്തിലാണ്, ആരോഗ്യ മേഖല പ്രശ്നത്തിലാണ്. ഇതിലെല്ലാം അപ്പുറത്ത് ഞാൻ കാണുന്നത് ചില കോളനികളിൽ ചെല്ലുമ്പോൾ നമുക്ക് കരയാൻ തോന്നും. അവർക്ക് ആവാസ സൗകര്യമില്ല, അപ്പം താമസിക്കാനുള്ള സൗകര്യമില്ല, ശുദ്ധജലം കിട്ടുന്നില്ല, ആരോഗ്യ സംവിധാനം വല്ലാത്ത അവസ്ഥയിൽ, ഗതാഗത പ്രശ്നങ്ങൾ നമുക്ക് ആലോചിക്കുന്നതിനേക്കാൾ ഇത് ചില സമയത്തെങ്കിലും ഉണ്ടാകാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, അതാണ് ഞാൻ ഈ ട്രോളിംഗ് സമയത്ത് എന്നൊക്കെ പറഞ്ഞത്, ഇത് നികത്തുന്നതിനുള്ള പ്രധാന നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഓൾ ടുഗദർ ഒരു തകിടം മറിഞ്ഞ അവസ്ഥയാണ് കൊല്ലം നിയോജക മണ്ഡലത്തിലുള്ളത്. കൊല്ലം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. എത്രത്തോളം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ? നമ്മൾ ഈ ന്യൂനപക്ഷങ്ങൾ BJP-ക്കെതിരെ എന്നുള്ള ഒരു ശക്തമായ ഇവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇവരെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ ന്യൂനപക്ഷത്തിലുള്ള ചില ആൾക്കാർ കൂടെ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇവിടെ എന്താണ് പറ്റുന്നത്? ഒരു ഹിൻഡ്രൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, എന്നെപ്പോലെ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായ ഒരുപാട് പേര് കഴിഞ്ഞ 10-15 കൊല്ലങ്ങളായിട്ട് BJP അനുഭാവികളായിട്ട് പോലെ ഒരു BJP ആണെന്ന് പറയാൻ അവർക്ക് വിഷമമുണ്ട്. അപ്പം ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് BJP ഒരു സെക്യുലർ വിഭാഗം അല്ലെങ്കിൽ സെക്യുലർ അല്ല BJP എന്ന് ഒരു പറഞ്ഞു പരത്തുന്നതിൽ രണ്ട് ഗവൺമെൻറ്റുകളും ശക്തമായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ന് LDF ഗവൺമെൻറ് പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ SDPIയുടെ ആനുകൂല്യം പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ UDF ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ നോക്കിയാലോ, മുസ്ലിം ലീഗ് എന്ത് പാർട്ടിയാണ്, കേരള കോൺഗ്രസ് എന്ത് പാർട്ടിയാണ്? അപ്പം നമ്മൾ നോക്കിയ ഇതല്ല, എല്ലാവർക്കും ക്ഷേമം കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്ത് കുഴപ്പം? ഒരു ന്യൂനപക്ഷ പ്രീണനമുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ MLA മാർ ക്രിസ്തീയ MLA മാർ BJP നിന്നുണ്ടാവും. 2 മുഖ്യമന്ത്രിമാർ ക്രിസ്തീയ മുഖ്യമന്ത്രിമാരായി മാറും. അപ്പം ഇതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം നിങ്ങൾ പറയുന്ന ഈ ഫോറിൻ ഫണ്ട് വരുന്നതിനുള്ള ഇപ്പോഴത്തെ ഈ ഇഷ്യൂ എടുത്ത് നോക്കിയാൽ തന്നെയും അവർ പറഞ്ഞ് റെഗുലേഷൻ കൃത്യമാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ് പോലെ രാജ്യങ്ങളിൽ 5% മാനേജ്മെൻറ്റ് ഫീസ് പറയുമ്പോൾ ഇതിനകത്ത് 20% മാനേജ്മെൻറ്റ് ഫീസ് അലൗഡാണ്. ഏർലിയർ ഉണ്ടായിരുന്ന 50% കുറച്ചെങ്കിലും ഇത് ഏറ്റവും ന്യൂനപക്ഷ ക്രിസ്തീയ സമുദായത്തിന് വരുന്ന ഫോറിൻ ഫണ്ട് എന്ന് പറയുന്നത് 2-3% 97% വരുന്നത് മറ്റു വിഭാഗത്തിൽപ്പെട്ടവർക്കാണ്. അപ്പോൾ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിന് പകരം റെഗുലേഷൻ എല്ലാവർക്കും വേണ്ടതല്ലേ, അത് അവരെയും ബാധിക്കുന്നതല്ലേ, എല്ലാവരെയും ബാധിക്കുന്നതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇതിനകത്ത് ഈ ചട്ടക്കൂടിലോ നിയമങ്ങൾക്കോ ഏതെങ്കിലും ഒരു ക്ലോസ് മോശമാണെന്ന് കണ്ടാൽ അതിനെ ചർച്ചകളിലൂടെ മാറ്റി മോഡിഫൈ ചെയ്ത് ആർക്കും ദോഷമുണ്ടാവാത്ത രീതിയിൽ, പക്ഷെ ദേശീയത നിലനിർത്തുന്ന രീതി. ഞാൻ ദേശീയത എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുന്നതിന് കാരണം ഈ ഫണ്ട് വരുന്ന സോഴ്സ് ടെററിസ്റ്റ് കയ്യിൽ നിന്നോ അല്ലെങ്കിൽ രാജ്യത്തിന് ഉപദ്രവം ഉണ്ടാകുന്നവർ കയ്യിൽ നിന്നോ ആവാൻ പാടില്ല. ഇത് ഉപയോഗിക്കുന്ന എന്തിനെന്നുള്ളതിനെ പറ്റി ക്ലാരിറ്റി വേണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്ലാരിറ്റി വ്യക്തമായി കഴിഞ്ഞാൽ അതുപോലും പ്രശ്നമില്ല. അപ്പം ന്യൂനപക്ഷങ്ങളെ നമ്മൾ ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരിൽ കൃത്യമായി സന്ദേശം എത്തുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ന്യൂനപക്ഷം മുഴുവനായും എതിരാണെന്ന്. പക്ഷേ നമ്മൾ പലപ്പോഴും കാണുന്നത് ന്യൂനപക്ഷങ്ങളെ നമ്മളിൽ നിന്ന് അകറ്റി അവരുമായി ചർച്ചയ്ക്ക് പോലും തയ്യാറാവാത്ത രീതിയിൽ. പക്ഷെ ടെററിസ്റ്റ് ന്യൂനപക്ഷത്തെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത് രാജ്യത്ത് ആർക്കും സഹിക്കാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നത് ഇതൊരു ഇരട്ടത്താപ്പ് നയമാണ്. ഞങ്ങൾ BJP സെക്യുലർ അല്ല, ഞങ്ങളെല്ലാം സെക്യുലർ ആണെന്ന് പറയുന്നത് തന്നെ ഇരട്ടത്താപ്പ് നയമല്ലേ? ഏറ്റവും വലിയ നോൺ സെക്യുലർ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ പറയാൻ പറ്റുമല്ലോ? അങ്ങേക്ക് ഇഷ്ടപ്പെട്ടൊരു വിഷയത്തിലൂടെ ഒരു ചോദ്യമുണ്ട്. അതായത് മെഡിക്കൽ രംഗത്തെക്കുറിച്ച്. കേരളം ഭരിക്കുന്ന ഇടതുമുന്നണിയുടെ പിടിപ്പ് കേടുകൊണ്ട് അവിടെ ഒരു പുതിയ ESI മെഡിക്കൽ കോളേജ് നഷ്ടപ്പെട്ടു എന്നൊരു ആക്ഷേപമുണ്ടല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? പക്ഷെ അതെനിക്ക് തോന്നുന്നത് ഒരു കൃത്യമായി നമ്മൾ പ്ലാനിങ്ങിലൂടെ നമുക്ക് ESIക്ക് ഒരു പെർമിഷൻ, ESI മെഡിക്കൽ കോളേജ് കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എൻ്റെ ഒരു വെർഷൻ വേറെയാണ്. അത് BJPയിലെ വെർഷൻ ആവണം എന്നില്ല. പക്ഷെ ഞാൻ ഇതിനെ കാണുന്ന വേറൊരു ഇതില്ല. ഏകദേശം ഒരു 8-10 കൊല്ലം മുമ്പ് തന്നെ കൊല്ലത്തൊരു മെഡിക്കൽ കോളേജ്, ESI മെഡിക്കൽ കോളേജ് ഉണ്ടായി. അത് പാരിപ്പള്ളിയിലായിരുന്നു. ഈ 500ഓളം കോടി രൂപയാണ് ഇത് ചിലവാക്കിയത്. ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഉണ്ടാക്കിയത്. ESIക്ക് മെഡിക്കൽ കോളേജ് വേണമായിരുന്നെങ്കിൽ അന്നത്തെ ഈ പറയുന്ന UDFൻ്റെയോ അല്ലെങ്കിൽ ആൾക്കാർ അന്ന് പറയണമായിരുന്നു അത് നമ്മൾ തന്നെ റീറ്റെയിൻ ചെയ്യണമെന്ന്. അതിന് പകരം ആ മെഡിക്കൽ കോളേജ് ഇവർക്ക് നടത്താൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇതിന് ന്യായങ്ങൾ കണ്ടെത്തി ഇതിനെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചതിനകത്തൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ UDF ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്തെങ്കിൽ പോലും അതിനകത്ത് കൃത്യമായൊരു നിയമം. എന്താണ് ESI മെഡിക്കൽ കോളേജ് എന്നുള്ള ഗുണം? ജനങ്ങൾക്ക് ചികിത്സ കിട്ടുന്നതല്ല അതിൽ പറയുന്ന പോയിന്റ്. UDF പറയുന്ന പോയിന്റ് തൊഴിലാളികളുടെ മക്കൾക്ക് അവർക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളത്. അതിന് 15% അഡ്മിഷൻ അന്ന് തന്നെ ഈ സർക്കാരിന് എഴുതി കൊടുത്തപ്പോൾ തന്നെ അത് പ്രാബല്യത്തിലാക്കായിരുന്നു. 15% റിസർവേഷൻ ഓൺലി ഫോർ ESI തൊഴിലാളികളുടെ മക്കൾക്കെന്ന് എഴുതി കൊടുത്തിട്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ESI കോർപ്പറേഷൻ നടത്തിയാൽ മതിയായിരുന്നു. ഇത് ചെയ്തില്ല. പുതിയൊരു മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്തു ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഈ ആംബുലൻസ് വാങ്ങിച്ചിട്ട് ഡ്രൈവർ കാണത്തില്ല, പെട്രോൾ കാണത്തില്ല. അവർ 100 ആംബുലൻസ് വാങ്ങിച്ചിരുന്ന കാര്യം ഇതൊരു പുതിയ കെട്ടിടം ഉണ്ടാക്കി വയ്ക്കും. ഇനി ആ കെട്ടിടത്തിൽ ഡോക്ടർമാർ കാണത്തില്ല.
എന്തവസ്ഥയാണ്? ഇത് ദുരവസ്ഥയാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് ബെനിഫിറ്റ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആരുടെ പൈസയാണ്? നമ്മുടെ പൈസയല്ലേ. അപ്പം ഞാൻ പറയുന്നത് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ റിവൈവ് ചെയ്ത് ഒന്നുകിൽ അതിനകത്ത് തന്നെ ഒരു ക്ലോസ് ഉണ്ടാക്കി 15% റീസീറ്റ് ESIയിലെ എംപ്ലോയീസിൻ്റെ മക്കൾക്ക് റിസർവ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ESI കോർപ്പറേഷൻ അത് ഏറ്റെടുത്താൽ പോരെ, തിരിച്ച് റിട്ടേൺ എടുത്താൽ പോരെ. അതിനുള്ള പ്രൊവിഷനെ പറ്റി ആലോചിക്കണം. ഇതെന്താണ് ഇതിൻ്റെ അവരുണ്ടാക്കി വെച്ച കണ്ടീഷൻസ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് ESIക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഓൾറെഡി കൊല്ലത്തുണ്ട്. 2009 ഓസ്കാർ ഫെർണാണ്ടസും ആണ് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണിയുടെ പ്രസൻസിലാണ് ചെയ്തേക്കുന്നത്. ഇത് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തത്. ഇപ്പോൾ UDFൻ്റെ ഈ ന്യായങ്ങൾ പറയുമ്പോൾ ഞാൻ പറയേണ്ടതാണ്, 2009 മുതൽ 2013 വരെ അവിടെ ഒരൊറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം പോലും ഇല്ലായിരുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന ബിൽഡിംഗ് മാത്രമായിരുന്നു. 2012 കാലഘട്ടങ്ങളിൽ ഞാൻ അവിടെ വിസിറ്റിംഗ് ആയിട്ട് 2 ദിവസം ആഴ്ചയിൽ തിരുവനന്തപുരത്തു നിന്നും എൻ്റെ വീട്ടിൽ വരുന്ന സമയത്ത് 2 മണിക്കൂർ പോകുന്നതായിരുന്നു. ESIയിലെ ആദ്യത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ ഞാനാണ്. അതിനുശേഷമാണ് 2 കൊല്ലം കഴിഞ്ഞ് എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ആദ്യം അവിടെ മെഡിക്കൽ കോളേജിനകത്ത് കാത്ത് ലാബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ESIയിൽ നമ്മൾ ആ പ്രൊവിഷൻ ഉണ്ടാക്കി. ബിക്കോസ് ഒരു സൂപ്പർ സ്പെഷ്യൽ ബ്ലോക്ക് ഉണ്ടാക്കി ചുമ്മാ ഇട്ടിരിക്കുകയായിരുന്നു. അതുണ്ടാക്കിയിട്ട് ഞാൻ പറയുന്നത് 4 കൊല്ലം കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ഇത് കഴിഞ്ഞ് എൻ്റെ നിർബന്ധപ്രകാരം അന്നത്തെ മെഡിക്കൽ സൂപ്രണ്ട്, ഇപ്പോഴത്തെ മെഡിക്കൽ സൂപ്രണ്ടൊക്കെ ആയിരുന്നു, നടക്കത്തേ പോലും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പോഴത്തെ വെച്ചാൽ ഇപ്പോഴത്തെ അല്ല, തൊട്ട് മുമ്പിരുന്ന മെഡിക്കൽ സൂപ്രണ്ട്. അപ്പം അത് അന്നത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ ചൗഹാൻ എന്ന മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ താല്പര്യം കാരണം ആദ്യം അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി, അത് നടന്നില്ല. പിന്നെ നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലേക്ക് പോയി, സാറ് കമ്മീഷണറായ സമയത്ത്. അങ്ങനെയാണ് അവിടെ തുടങ്ങിയത്. അത് ഞാൻ 12 കൊല്ലം നടത്തി. എനിക്കിന്നും പൈസ കിട്ടാൻ ബാക്കിയുണ്ട്. അത് തന്നെ ഒരു പ്രശ്നമായിരുന്നു. ഇവർ പല കാര്യങ്ങളും അത് നടക്കരുത് എന്നൊരു ചിന്തിക്കുന്നൊരു വിഭാഗം. നിങ്ങൾ നോക്ക്, അവിടെ ഒരു കാർഡിയോളജി വിസിറ്റിംഗ് ആയിട്ട് ഒരാൾ 5 മണിക്ക് വരും, 6 മണിക്ക് പോകും. നെഫ്രോളജി ഒരു 2.5 മണിക്കൂർ വരും. ഇതാണോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ? അപ്പം ഉണ്ടാക്കി വെച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനകത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം പോലും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ESI മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി എന്ത് സംഭവിക്കാൻ പോകുന്നു? അപ്പം എനിക്ക് ഞാനുമായിട്ട് കൃത്യമായി ഇൻവോൾവ് ചെയ്തൊരു സാധനമായുണ്ടോ ഞാനീ പറഞ്ഞത്. അപ്പോൾ ഉള്ള സാധനങ്ങളെ നന്നായി നടത്തുന്നതിന് പകരം വീണ്ടും വീണ്ടും നിങ്ങൾ പെർമിഷൻ വാങ്ങിച്ച് ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും. നിങ്ങൾ ഉണ്ടാക്കിയ സാധനം ഉണ്ടോ? അത് ആദ്യം ഒന്ന് ചെയ്യും. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണത്. അതിനെ ഒന്ന് റിവൈവ് ചെയ്യാനായിട്ടാണ് UDF ശ്രമിക്കേണ്ടത്. റാദർ ഞങ്ങൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാം. എന്തിന്? ഇത് നിങ്ങൾ വേണമെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരെ സംസാരിക്കുക, അവിടുത്തെ സ്റ്റാഫിൻ്റെ സംസാരിക്കുക. അവർ തന്നെ പറയും ഇത് മണ്ടത്തരമാണ്. ഇത് മണ്ടത്തരമല്ലേ? ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കുന്നതിനകത്ത് ഒരു കാര്യവുമില്ല. കൃത്യമായി കാര്യങ്ങൾ അവരെ അറിയിപ്പിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നുന്ന മണ്ടത്തര ചിന്തകളാണെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടർ പ്രതാപ് കുമാറിന് എല്ലാ ആശംസകളും നേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. എന്തായാലും കൊല്ലം ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അത് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കൊല്ലത്തിന് അത്തരത്തിൽ ഒരു വിപ്ലവത്തിൻ്റെ ചരിത്രം നമ്മോട് പറയാനുണ്ട്. പക്ഷേ വർത്തമാനത്തിലേക്ക് എത്തുമ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ ഇടറുകയാണോ കാലുകൾ എന്ന് സംശയം തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മത്സരം കടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷത്തെ നമുക്കറിയാം, അവർ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല, പോരാളികളാണ്. UDF തിരിച്ചു വരാനുള്ള വളരെ കഠിന പ്രയത്നമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബിന്ദു കൃഷ്ണയിലൂടെ. ഡോക്ടർ പ്രതാപ് കുമാർ അവിടെ NDAയുടെ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ട് വളരെ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.